തിരുവനന്തപുരം മലയൻകീഴ് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും തിരിഞ്ഞു നോക്കാതെ സർക്കാർ. മലയൻകീഴിൽ വെള്ളമെത്തിയിട്ട് 18 ദിവസമായി. പ്രദേശത്തെ 280ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണ്. വെള്ളം കിട്ടാതെ ആയതോടെ ഹോട്ടലുകൾ ഇവിടെ അടച്ചുപൂട്ടിയിരിക്കുന്നു. കുടിവെള്ളം തടസ്സപ്പെടുത്തുന്നതിൽ ഗൂഢാലോചന ആരോപിച്ച് IB സതീഷ് MLA രംഗത്തെത്തിയിട്ടുണ്ട്. മലയൻകീഴ് ടൗണിലാണ് TV പ്രസാദും അരുൺ സോളമനുള്ളത്. തച്ചോട്ടുകാവ് പ്രദേശത്ത് റിനു ശ്രീധറുണ്ട്. ശാന്തൻമൂലയിൽ അഞ്ജന അനിൽകുമാറുണ്ട്. ആദ്യം മലയൻകീഴ് ടൗണിൽ നിൽക്കുന്ന TV പ്രസാദിലേക്കും അരുൺ സോളമനിലേക്കുമാണ് ആദ്യം. TV പ്രസാദ്, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്ഷാമം നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറച്ച് ദിവസങ്ങൾ നഗരം അനുഭവിച്ച ദുരിതം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ ദുരിതമാണ്. 1ഉം 2ഉമല്ല 18 ദിവസം. എങ്ങനെയാണ് ഇവർ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന മറുപടി? ഈ പരാതി 18 ദിവസമായിട്ടും പരിഹരിക്കാത്തത് വിചിത്രമാണ്. സ്മൃതി, ഉറപ്പായിട്ടും ദുരിതം തിന്നുകയാണ് ഈ പ്രദേശത്തുകാർ. തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന പഞ്ചായത്താണ് മലയൻകീഴ് പഞ്ചായത്ത്. സ്മൃതി പറഞ്ഞതുപോലെ 18 ദിവസമായി ഇവിടെ വെള്ളമില്ലാഞ്ഞിട്ട്. ഇതാ എനിക്ക് പിറകിൽ കാണുന്ന ഈ മലയൻകീഴ് ബസ് സ്റ്റോപ്പിനോട് പിറകിലുള്ള ശ്രീകൃഷ്ണ വായനശാലയിൽ ഏതാണ്ട് 2 മാസത്തിലധികമായി അവിടെ വെള്ളമില്ല. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഉയർന്ന പ്രദേശം, ഈ ഉയർന്ന പ്രദേശത്തേക്ക് ഒരുപാട് ദിവസമായി വെള്ളമില്ല. മലയൻകീഴ് ടൗണിലെ ദിവസക്കണക്കാണ് നമ്മൾ പറഞ്ഞത്. 18 ദിവസമായി. നമുക്കൊപ്പം പഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടുത്തെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതാക്കളുണ്ട്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്. എല്ലാവർക്കും പറയാനുള്ള ഒറ്റ കാര്യമാണ്, വെള്ളമില്ലാത്തതിനെ കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സുജി, അതായത് സ്മൃതി, ശ്രീജ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ശ്രീജ ഹോട്ടലിൻ്റെ ഉടമ ശ്രീകണ്ഠൻ ചേരുന്നു. എന്തിനാണ് ഈ ഹോട്ടൽ നിങ്ങൾ അടച്ചത്? വെള്ളമില്ലാത്തതുകൊണ്ടാണ്. എത്ര ദിവസമായി? ഒരാഴ്ചയായി കൂടുതലായി. സ്ഥിരമായി കിട്ടാതിൻ്റെ ഒരാഴ്ചയായി. ഇടയ്ക്ക് ചെറുതായിട്ട് വരും, അത് നിൽക്കും, പിന്നെ ഇല്ല വെള്ളം. ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് 18 ദിവസമായി. 18 ദിവസമായി. ഇനിയിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി വെള്ളം വന്നാലേ തുറക്കാൻ പറ്റും. വെള്ളം വന്നാലേ വെളിയിൽ നിന്ന് എടുക്കണം. സ്മൃതി, നമുക്ക് ഒരു ഹോട്ടൽ ഉടമയെന്നും കൂടി തുടങ്ങാം. സെൻട്രൽ ഹോട്ടൽ അല്ലേ? സെൻട്രൽ ഹോട്ടലിന്റെ ഉടമയാണ്. പൂട്ടി തന്നെ കിടക്കുകയാണ് അല്ലേ? ഇന്ന് വെള്ളം വെളിയിനടുത്ത് 1600 കൊടുത്ത് വെള്ളം വാങ്ങിച്ചാണ് ഇന്ന് തുറന്നത്. അതാണ് നിവർത്തിയില്ല തുറക്കാൻ. ഒരു എത്ര ദിവസം അടച്ചു കിടന്നു? എത്ര ദിവസം? 4-5 ദിവസം അടച്ചിരുന്നു. ഇന്നിപ്പം വെള്ളം എടുത്ത് വെളിയിൽ നിന്നെടുത്താണ് നടക്കുന്നത്. അതാണ് നിവർത്തിയില്ല. 3000 ലിറ്ററിന് ഇന്നലെ വരെ 1500 ആയിരുന്നു. ഇന്ന് കൂട്ടിയല്ലേ? ഇന്ന് കൂട്ടി 1600 ആക്കി. സ്മൃതി കേട്ടല്ലോ അല്ലേ? 1500 രൂപയായിരുന്നു ഇന്നലെ വരെ. എല്ലാവരും വെള്ളം വാങ്ങി തുടങ്ങി. അവർക്കും വെള്ളത്തിന് ഷോർട്ടേജ് വന്നു. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് 100 രൂപ കൂട്ടി. 3000 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ 1600 രൂപയായി. ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യും? നാളെ വാങ്ങിയേ പറ്റൂ, വെളിയിൽ നിർത്തേ പറ്റൂ. വെളിയിൽ നിന്ന് വെള്ളം വാങ്ങിയേ പറ്റൂ. ഒരുപാട് പേരുണ്ട് സ്മൃതി നമുക്ക് ചുറ്റും. സ്മൃതിക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് മെമ്പറുണ്ട്. എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? വാസുദേവൻ നായരാണ്. എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുണ്ടായ പ്രശ്നം ജലജീവൻ മിഷൻ്റെ ഭാഗമായി ഇവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന പഴയ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി ശ്രമിച്ചപ്പോൾ ആ പഴയ ലൈൻ ഘട്ടം ഘട്ടമായി മാറ്റുന്നതിന് പകരം ഒറ്റയടിക്ക് പഴയ ലൈൻ എടുത്ത് മാറ്റുകയും പുതിയ ലൈൻ യഥാസമയം കണക്ഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂക്ഷത. കുടിവെള്ളത്തിനായി പൈപ്പ് ലൈനിനെ മാത്രം ആശ്രയിക്കുന്ന ഒട്ടനവധി ആൾക്കാരാണ് ഇവിടെ അധിവസിക്കുന്നത്. ഇതിന് ചുറ്റുപട്ട് കാണുന്ന മലയൻകീഴ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം ഒരു കുന്നിൻ പ്രദേശമാണ്. ആ കുന്നിൻ പ്രദേശത്തേക്ക് വേറെ ഒരു ജലസ്രോതസ്സും അവിടെ ഇല്ലാത്തതാണ്. നമ്മുടെ ബോർവെല്ലോ കുഴൽക്കിണറുകളോ ഒന്നും തന്നെ കുഴിച്ചാൽ വെള്ളം കിട്ടാത്ത. എങ്ങനെയാണ് ആളുകൾ, നമുക്കിപ്പോൾ ഒരു നേരം തന്നെ വെള്ളം കിട്ടിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഇത്ര ദിവസമായിട്ട് അവർ അതിജീവിക്കുന്നത്? ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടാങ്കർ ലോറിക്ക് 3000 ലിറ്റർ വെള്ളത്തിന് 1500 രൂപയാണ് ഇവിടെ ആൾക്കാർ മറ്റേ ടാങ്കർ ലോറിക്കാർ ഈടാക്കുന്നത്. 1500 രൂപ മുതൽ കൊടുത്തുകൊണ്ട് 1-2 വീട്ടുകാർ ചേർന്നുകൊണ്ടോ ഒരു വീട്ടുകാർ ഒറ്റയ്ക്കോ കടക്കാർ ചേർന്നുകൊണ്ടോ വെള്ളം വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയാണ് ദിവസങ്ങളായി ഇവിടെ തുടർന്നു വരുന്നത്. ഇന്നലെ നിങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ചേർന്ന് നെയ്യാറ്റിൻകര പോയി ഉപരോധിച്ചു വാട്ടർ അതോറിറ്റിയെ.
എന്താണ് ഉറപ്പ്? എന്താണ് ഉറപ്പ് പാലിക്കുന്നുണ്ടോ? വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോയി 4-5 മണിക്കൂർ നേരം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിക്കുകയുണ്ടായി, മിസ്റ്റർ ജയകുമാർ സാറ്. അദ്ദേഹം അതിൽ നിരപരാധിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റ് കാര്യങ്ങൾക്ക് ഒരു ഏകോപനമില്ലാത്ത പ്രവർത്തനമാണ് നെയ്യാറ്റിൻകര വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ മലയൻകീഴ് പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു തിരുവനന്തപുരം നഗരത്തെ അപ്പാടെ കുടിവെള്ളം മുട്ടിച്ച ഒരു സ്ഥിതിയിൽ അന്നും പ്രധാനമായും MLA പ്രശാന്ത് ഉൾപ്പെടെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്തല്ല അറ്റകുറ്റപ്പണി നടത്തിയത് എന്നതാണ്. ഇപ്പോൾ മലയൻകീഴിലെ പഞ്ചായത്ത് അംഗവും ഇതേ ആരോപണം ഉന്നയിക്കുകയാണ്. എന്താണ് സ്ഥിതി? എങ്ങനെ ജീവിച്ചു പോകുന്നത്? ഇത് തന്നെയാണ് ചുമട്ട് വെള്ളം കോരിയും വിലയ്ക്ക് വാങ്ങിച്ചതൊക്കെ തന്നെയാണ് ജീവിച്ചു പോണത്. തീരെ വെള്ളമില്ല അല്ലേ? വെള്ളമില്ല, തീരെ വെള്ളമില്ല. ഈ പുതിയ ലൈൻ വന്നതാണ് പ്രശ്നം. അവരെ സമയത്ത് വെട്ടിയിടിയില്ല, കുറഞ്ഞ പൈപ്പ് കൊണ്ടിട്ടു, ദിവസവും പൊട്ടാക്കാം. പൊട്ടുന്നതിന് വേണ്ടിയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് പൊട്ടിയത് ലീക്ക് അടയ്ക്കാൻ വേണ്ടി അവർ അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് ലീക്ക് അടയ്ക്കും, അടച്ചിട്ട് പിന്നെ അത് തുറക്കില്ല. ആ ലൈന് പിന്നെ വെള്ളമില്ല ദിവസങ്ങളോളം. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളമില്ലാത്ത പൈപ്പിൽ തുടർച്ചയായിട്ട് വെള്ളമില്ലാത്ത പൈപ്പുള്ള സ്ഥലത്ത് പോലും ബില്ല് വരുന്നതായിട്ട് പറയുന്നുണ്ടല്ലേ? ഇത് വരുന്നത് ടാപ്പ് തുറക്കുമ്പോൾ എയർ വരും, എയറിന് പൈസ അടയ്ക്കണം. കാറ്റിന് പൈസ അവർ പറയുന്നത് കാറ്റ് വന്നാലും മീറ്റർ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പൈസ അടയ്ക്കുകയാണ്. അതുമുണ്ട് സ്മൃതി. പല സ്ഥലങ്ങളിലും വെള്ളമില്ല, കാറ്റാണ് വരുന്നത്. പക്ഷെ കാറ്റിനും അവർ പണം ഈടാക്കുകയാണ്. അരുൺ സോളമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരോട് സംസാരിക്കുന്നുണ്ടല്ലേ? അരുണിന് മനസ്സിലാവുന്നത് എന്താ യഥാർത്ഥത്തിൽ? പ്രസാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കാറ്റിന് പൈപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാറ്റിന് ഒരു പൈസ വാങ്ങുന്നതാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യം നോക്കി അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഗ്രന്ഥശാലയാണ്, മലയൻകീഴിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥശാലയാണ്. ഈ ഗ്രന്ഥശാല ഇത് കണ്ടല്ലോ അല്ലേ? ശ്രീകൃഷ്ണ വിലാസം ഗ്രന്ഥശാല. ഇവിടെ എത്രയായി മെമ്പറെ വെള്ളമില്ലാത്ത? ഇവിടെ 1.5 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. 1.5 വർഷത്തിലധികമായി. അന്ന് മുതൽ ഈ പണി ആരംഭിച്ചതിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ലൈനിൽ നിന്ന് സുഭിക്ഷമായി വെള്ളം കിട്ടിയിരുന്നു. പക്ഷേ പുതിയ ലൈൻ സ്ഥാപിച്ചതിന് ശേഷം അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ഇതുവരെയും താല്പര്യം എല്ലാ മാസവും എല്ലാ മാസവും 2 മാസം കൂടുമ്പോൾ കൃത്യമായി ബില്ല് വരാറുണ്ട്. കഴിഞ്ഞ മാസം മാത്രമായി വന്നിട്ടില്ല. അതിന് തൊട്ട് മുമ്പെടുത്ത മാസം വരെ നമ്മൾ ബില്ല് കൊടുത്തു. ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മളിവിടെ നിരന്തരമായി പരാതിപ്പെട്ടിട്ട് പരിഹാരമില്ലാത്തതിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റി മന്ത്രിയെ നമ്മൾ കാണുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ നിവേദനത്തിൻ്റെ ഭാഗമായി ആ നിവേദനം നൽകിയത് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് ബന്ധപ്പെട്ട AE ഇവിടെ വന്ന് സെക്രട്ടറിയുമായി സംസാരിക്കുകയും 1 മാസത്തിനകം കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിപ്പോൾ പറഞ്ഞിട്ട് 3 മാസം പിന്നിട്ടിരിക്കുന്നു. ശരി, ജലജീവൻ മിഷന്റെ ഭാഗമായി പുതിയ ലൈനുകൾ ഇടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.